എവിടെന്നാ? ചുവന്ന സ്ത്രീ. അങ്ങനെ തർജിമ ചെയ്തതാ. നിങ്ങൾ ഏത് രീതിയിലാന്ന് വെച്ചാൽ കഴിച്ചോളൂ. എനിക്ക് ഒരു സ്വല്പം തന്നാ മതി. ബ്രെഡ് മേടിക്കണം. അപ്പൊ വീണ്ടും പുറത്തേക്ക് പോകും. ഡിന്നർ ടൈമിന് മുന്നോടിയായിട്ട് ഞങ്ങൾ കഴിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. എന്ത് സൂപ്പാണെന്ന് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞണിഞ്ഞ ഒരു പ്രഭാതം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത്രയ്ക്ക് മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അത്യാവശ്യം തണുപ്പിനുള്ള മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞും കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ്. രാവിലെ തന്നെ ഏർലി മോർണിംഗ് ആണ്. നമ്മുടെ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് പോണേ. ഇത് വാങ്ങിയിട്ട് വേണം ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള വീഡിയോ ഒക്കെ സെറ്റാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനെന്തിനാണ് ഇത്ര രാവിലെ തന്നെ എല്ലാവരും കൂടി പോണേ? കാരണം സാധാരണ അപ്പം വാങ്ങിയിട്ട് വരുന്നതാണ് കാണാറ്, അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. എന്നാൽ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയി പോകും ഇന്നത്തെ വീഡിയോയെ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം വരാം. ബ്രെഡ് മേടിക്കണം. അപ്പൊ വീണ്ടും പുറത്തേക്ക് പോവാ. അമ്മ മീ ടൈമിലേക്ക് കടന്നു. കിട്ടൂല. അപ്പ എന്നെ ഇന്ന് പതിവില്ലാതെ ഈ കളർ തെറ്റിച്ചു കൊടുത്തേക്കണേ. അതെന്നാന്നോ നടക്കാൻ പോണം ഉണ്ടായത്. അപ്പൊ ഈ വിച്ചേട്ടന്റെ ഇടയിൽ നിന്ന് 2 എടുച്ചു. പക്ഷെ മാച്ചിങ് അല്ലല്ലോ ഷർട്ടായിട്ട്. അല്ല, നടക്കാൻ പോകുമ്പോ അപ്പൊ അങ്ങനെ മാച്ചിങ് നോക്കണം. മുണ്ട് എടുക്കാറില്ല. അപ്പൊ തേച്ചത് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും. അപ്പൊ അതാ എടുത്തേക്കണത്. ഒരു ഓറഞ്ചും ഒരു ലാവൻഡറും മേടിച്ച. മോദിജിയുടെ പടങ്ങള് കാണുവാ. എങ്ങനെ അമ്മ തിരിച്ചറിഞ്ഞു? ഓ, ഭയങ്കര കഴിവിശക്തിയാണല്ലോ. അല്ല, അത് വന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ ഇത് ഡിങ് ഡിങ് ഫ്രിഡ്ജ് ഓൺ ആവും. അത് കഴിഞ്ഞപ്പോഴേ ഇൻവേർട്ടറിൽ മറ്റേ സൗണ്ട് വരുവുള്ളൂ. അത് വർഷങ്ങൾ എത്രയായി. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കും ഇവിടെ പത്രം വായിക്കുവാണെങ്കിൽ. പിന്നെ അല്ല, അപ്പയുടെ മത്തങ്ങ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? എഴുതിയിട്ടുണ്ട്. പറഞ്ഞു വൈകിട്ട് സൂപ്പ് ഉണ്ടാക്കാനല്ല, അപ്പയ്ക്കും കുടിക്കാനുള്ളതാ. ഇപ്പൊ കൊറേ തവണയായിട്ട് നമ്മള് മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചു. നല്ലായിരുന്നു കേട്ടോ. ഇവർക്ക് 2 പേർക്കും ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ മത്തങ്ങ സൂപ്പ് ഇപ്പൊ ഭയങ്കര ട്രെൻഡാന്ന്. ഭയങ്കര ട്രെൻഡാ ഇപ്പൊ മത്തങ്ങ സൂപ്പ്. എല്ലാ മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കാൻ ശരിക്കും ഒരു കുഞ്ഞു കോന്ത് മതി. കാരണം അത് പെട്ടെന്ന് കുറുകണതായത് കാരണം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കുടിക്കാൻ അത് ഒരുപാടുണ്ടാവും. പെട്ടെന്ന് കുറുകണതല്ലേ, അപ്പൊ അതിന് കുറുക്കണ്ട കാര്യമില്ല. സമയം ഉണ്ടാവും തോന്നല്ല. അത് മത്തങ്ങ എന്തായാലും മറക്കരുത് കേട്ടോ. അത് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. ഗൂഗിളിൽ കുറെ ബെനിഫിറ്റ് ഉണ്ട് അതിന്റെ. വെയിറ്റ് ലോസിന്റെ മാത്രമല്ല, ഇതിപ്പോ എത്രയാണേലും ഇതല്ലേ, വെജിറ്റേറിയൻ അല്ലേ, പിന്നെ അതിന്റേതായ. അപ്പൊ ഇത് എവിടെയാ വായിച്ച ഈ കല്യാണത്തിന്റെ ഒരു ഐറ്റം മത്തങ്ങ? ആണോ? യൂട്യൂബില് സുരേഷ് ഗോപി ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് മത്തങ്ങ സൂപ്പ് നല്ല ഗംഭീരായിരുന്നില്ലേ. ആണോ? ആഹാ, അത് ശരി. ഇറ്റ് ഈസ് മെഡിസിനൽ ഓൾസോ. പൈനാപ്പിളും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് വേണ്ടെന്നാണോ പറഞ്ഞത്? ലിസ്റ്റ് നോക്കിയേ. അമ്മ എല്ലാം പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ലേ? ഈ ബുക്ക് മേടിച്ചത് തീർന്നോ? ഇല്ലെന്ന് തോന്നുന്നു. മഞ്ജുവിനൊരു പാക്കറ്റ് ബുക്ക് കൊടുത്തായിരുന്നു 10 എണ്ണത്തിന്റെ. ഇന്ന് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം? വിചാരിച്ചതൊക്കെ മേടിക്കാൻ പറ്റിയോ? സംതൃപ്തിയാണോ? സംതൃപ്തിയാ. 2 കൂട്ടങ്ങൾ കിട്ടിയില്ല. ഏത്തപ്പഴം, പൂവമ്പഴം, പിന്നെ വാളംപുളി ഉണ്ടാവണ സീസൺ ആവണോളൂ. അതുകൊണ്ടാണ് ഇല്ലാത്തത്. അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈ വാഴക്കൊലയും വാഴപ്പഴവും ഉണ്ടാവുമെന്ന് കരുതി ഇച്ചിരി വറക്കാന്നൊക്കെ ഓർത്തായിരുന്ന ഏത്ത. അത് ഉണ്ട്, പക്ഷെ ഉരുളിമയില്ല. അതുകൊണ്ട് മേടിച്ചില്ല. പഴയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഏത്തപ്പഴം ഇല്ലായിരുന്നു. അത് നമുക്ക് രഞ്ജിയുടെ അവിടെയൊക്കെ കിട്ടൂലോ. പിന്നെ എന്നാലും നല്ലൊരു രസമായിരുന്നു. ആ പ്രമിസസും ഒക്കെ നല്ല നീറ്റല്ലേ. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ഇത്. അവിടെയെല്ലാം ഇപ്പൊ മൊത്തം
അവിടെ കെട്ടിടങ്ങളൊക്കെ ആയി. നേരത്തെക്കാലൊക്കെ ഒത്തിരി വ്യത്യാസമായി. സപ്ലൈകോ, കൃഷിഭവൻ, പിന്നെ മെഡിക്കൽ ഷോപ്പ്, നീതിയുടെ എല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ ഈ വെളുപ്പിനായതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അവിടെ വെളുപ്പിന് പോണ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ അവിടെ അതിലും നേരത്തെ തുടങ്ങും. അത് ഞാന് വൈകിയൊക്കെയല്ലേ കിടക്കണേ, അതുകൊണ്ടാണ് നിനക്ക് അതുകൊണ്ടാണ് എഡിറ്റിംഗ് ഒക്കെ 2 മണിയൊക്കെ ആവൂലേ, അതാ വിഷയം. അതാണ്. ഓക്കെ, അപ്പൊ ദേ കൊണ്ടുവന്ന സാധനം എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പൊ ജസ്റ്റ് അമ്മയുടെ അഭിപ്രായം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് വൈകുന്നേരം ഇത് വെച്ചിട്ടുള്ള കറിയാണോ? അല്ല, ഉച്ചക്ക്. അതെ, ഇലർത്ത് കറി ഇതാ. അപ്പൊ ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. മണി 10:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ, വേറെ വീഡിയോയിൽ കാണിക്കാം. അതായിരിക്കും രസം. കാരണം അവിടെ പോയതും ഷോപ്പ് ചെയ്യുന്നതൊക്കെ ഒരുമിച്ച് കാണാനല്ലേ രസം. ഞാനാ ഇന്ത്യൻ കോഫിയിലേക്ക് ഒന്ന് നോക്കി. ഇന്ത്യൻ കോഫിയുടെ ഫുൾ ഷട്ടർ. അത് തുറക്കാത്ത രാവിലെ 7-ന് എങ്ങനെ തുറക്കാനാ? 7:30 തുറക്കുവോ? അതൊക്കെ 9-9:30 ആവും സ്റ്റാർട്ട് ആവുമ്പോ. കോഫി നോക്കി തുറന്നിട്ടില്ല. നേരെ വിട്ടടിച്ചു പോന്നു. വീട്ടിൽ വന്ന് ബ്രൂ കുടിച്ചു. പിന്നെ വിശിഷ്ടമായ ചിരട്ട കൊണ്ടുള്ള ഇനി എന്ത് വേണം? ഒന്നും വേണ്ട, ഇനി ഇച്ചിരി സ്വസ്ഥത മതി. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് മോർണിംഗ് റൊട്ടീൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ വരണത്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വരും. നേരത്തെ പറഞ്ഞ പോലെ അധികം ഡിലേ ഒന്നും ആക്കില്ല, പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിന് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലല്ലോ, പാട്ടും മേളമൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ. കല്യാണ പരിപാടിക്ക് കല്യാണത്തലേന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഗാനമേളയും സംഭവം ചെല്ലുമ്പോഴേ ഇവക്കടെ മൂഡ് ഓഫ് ആവും. കാരണം പാട്ടൊന്നും നമുക്ക് ഇതിൽ കേറ്റാൻ പറ്റില്ല. അപ്പൊ എഡിറ്റിങ്ങിന് ഒരുപാട് സമയം നമുക്ക് വരും. ചിലപ്പോ 5-6 മണിക്കൂറൊക്കെ ഇരുന്ന നമ്മൾ ഓരോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം പല ദിവസങ്ങളായിട്ട്. ഇത് ചെയ്യണവർക്ക് അറിയാലോ. 5-6 മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി വരും. പല ദിവസങ്ങളായിട്ട് നമ്മളത് തീർക്കണേ. അപ്പൊ പാട്ട് വരുമ്പോ ഉള്ള പ്രശ്നം അതാ. അപ്പൊ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. വേഗം വീട്ടിലും വന്നു. നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ലോ, പിന്നെ അത്രയല്ലേ ഉള്ളു. ഓക്കെ, ഇനി ഞാനൊന്ന് എഴുന്നേക്കട്ടെ. കപ്പളത്തൈ ഉണ്ടല്ലോ. എവിടെന്നാ? ചുവന്ന സ്ത്രീ. അങ്ങനെ തർജിമ ചെയ്തതാ. എവിടെന്നാ വാങ്ങിയ? ഇതാ നമ്മള് പോയ വഴിക്കാം, ഈ ആമ്പല്ലൂര്. ഞാന് വൈറ്റില ഇന്നലെ പോയപ്പോ മേടിക്കാൻ പറ്റിയില്ല, അത് കട അടച്ചേക്കുക. ഇനി അതിനു വേണ്ടി പോണമല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് പക്ഷെ 50 രൂപയാണ്, വൈറ്റില 40 ഉള്ളൂ. എന്തു ആവട്ടെ, ഇനിയിപ്പോ 10 രൂപ ഈ മെനക്കേട് എന്നാ നടണേ. ഒന്ന് തന്നെ നടും. കണ്ടില്ലേ നടന്ന സ്ഥലം അവിടെ ഒരുക്കി വെച്ചേക്കണം. അതൊക്കെ കണ്ടു. ഇനിയിപ്പോ അത് കുഴി കുത്തണം. അതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേക്ക് വരുന്നു. അതൊന്ന് ഇനിയാണ് അടുത്ത ട്രിപ്പിന് പോണേ. ഇത് വെണ്ടയുടെ വിത്ത അവര് തന്നതാ. അവിടെ തന്നാ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ അവർക്ക് തൈ ഉണ്ടോന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞ കാളക്കൊമ്പനാണെന്ന് തോന്നുന്നു. ഏതായാലും ഇത് കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. വിത്തിന് മുളപ്പിക്കണമല്ലോ. അത് ഇനിയിപ്പോ ഈ സീസണിൽ നടുന്ന അത്ര അഡ്വൈസബിൾ അല്ല. പ്രാണിശല്യം വളരെ കൂടുതലാണ് ഈ വേനൽക്കാലാവുമ്പോ. നനയ്ക്കുന്ന സാധനത്തിന് ഇലയ്ക്ക് നല്ല തളിർക്കലുണ്ടാവും. അപ്പൊ അത് തിന്നാനായിട്ട് പ്രാണികൾ കണ്ടമാനം വരും. ഏതായാലും ചുമ്മാ നോക്കാം. അതെ, കൊറേ നേരം ആയല്ലോ അമ്മ ഇത് വലിയ പാടാ വെച്ചത് പൊളിക്കാൻ. നമുക്ക് കൊണ്ട് ഉണ്ടായത് ഓർക്കണ്ടോ? എന്താണ് ഇതിനുള്ള പുറപ്പാട്? ഇത് ഒന്നുമില്ല, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി. മൈക്രോവേവിലല്ല, പ്രഷർ കുക്കറിൽ ഒന്ന് പുഴുങ്ങുക. വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പുഴുങ്ങി നിങ്ങൾ ഏത് രീതിയിലാന്ന് വെച്ചാൽ കഴിച്ചോളൂ. എനിക്ക് ഒരു സ്വല്പം തന്നാൽ മതി. ഇത് ഫ്രഷ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടാവും. എന്നിട്ട് വേണമെങ്കിൽ നാരങ്ങയുടെ സിറപ്പൊക്കെ ഇച്ചിരി ഒഴിച്ച മുളക് ഇടണ്ട, അതാ നല്ലത്. മുളക് ഇടണ്ട, ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ ഏതായാലും കോൺ നട്ട് ഉണ്ടായി നമുക്കിവിടെ. ഇത് നമുക്കുണ്ടായതല്ല കേട്ടോ. ഇച്ചിരി പിരിയമുളക് പൊടി ഇടാൻ വേണമെങ്കിൽ അത് ഇട്ടോ, എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ചോ. ഞാൻ ആ സമയത്ത് വേറെ ഡ്യൂട്ടിക്ക് പോകും. അപ്പൊ നമ്മക്ക് ഇതൊന്നങ്ങ പുഴുങ്ങ കണ്ടോട്ടോ. കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്തില്ല കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഇതിന് കൂടാനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് വെള്ളം തികന്നു വരുമ്പോ വെള്ളത്തിലേക്ക് ഇതിട്ട് ഒരു 3 വിസില് അല്ലെങ്കിൽ 4 അത് മതി. അന്നേരത്തേക്കും വെന്തോളും. എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റി എടുക്കാം. വെള്ളം ഒന്ന് തികക്കണം കേട്ടോ.
ചെറുതായിട്ട് പച്ച ചുവയ്ക്കും. ഇത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മതിയാവും ഉപ്പ്. കാരണം എന്നാന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് ഉപ്പിടുന്നത് കൊണ്ടാണ് ഞാൻ അത്ര ഉപ്പ് ഇട്ടത് കേട്ടോ. ഇവിടെ വരുമ്പോ ഇതിലേക്ക് ഇടാം, എന്നിട്ട് ചെയ്യാം. മുടികളെല്ലാം കളഞ്ഞു അതിന്റെ ക്ലീനാക്കി. എന്നാലും അറ്റത്ത് കുറച്ച് മുടി എപ്പോഴും കാണും അല്ലേ? അത് അതിന്റെ രീതി അങ്ങനെയാണല്ലോ ഉണ്ടാവണ രീതി. ആണോ? അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല, പക്ഷെ ഇവിടെ ഉണ്ടായപ്പോ ഞാൻ കണ്ടു. അതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായി. ചെറുതാന്നേ ഉള്ളൂ. 3 എണ്ണമൊക്കെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. മുടിയോട് കൂടി ഇങ്ങനെ ആദ്യം മുടിയായിട്ടായിരിക്കും വന്നതല്ലേ, ഇങ്ങനെ ഇത് പാളി പോലെ, വാഴക്കുടപ്പന്റെ ഇതുപോലെ ഇത്. നമുക്കിതിലേക്ക് ഇടാം. ഓ ഏത് വെച്ചാലും പ്രശ്ന ഒന്നും പാകാവുന്നില്ല. അതെ, അത് പാകാവൂല. ശരിവന്ന് നോക്കി, അത് പാകാവൂല. ഇച്ചിരി കട്ടിയല്ല, അത് നിർത്തിയില്ല. അപ്പൊ കട്ടിയാതിരിക്കുവാണ് നല്ലത്. പക്ഷെ നേരം കിടക്കണ്ടേ? അതെ, ചെരുവത്തി പോലും കിടക്കൂല. പിടിച്ചു തിന്നാൻ മുട്ട തന്നെ വേണം. കിടന്നാ മതിയോ? ഇപ്പൊ കറക്റ്റ് ആയല്ലോ. സമാധാനം. ഒരു 2-3 വിസിൽ മതി കേട്ടോ. അത്രയും വെള്ളം മതിയോ? ഒരുപാട് വേവിക്കൂല. ഒരുപാട് വേവിച്ചാലേ അമങ്ങി പോകും. മുങ്ങി കിടക്കണ്ട അല്ലേ? നമുക്ക് അടക്കാം കേട്ടോ. ഒരു 3 വിസിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സ്റ്റൂവിനുള്ള ബീഫാട്ടോ. ഇതെടുക്കണോ? എത്ര വിസിലായി? 3 വിസിലായി. ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തു. കാരണം ഒത്തിരി അമങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല. കുക്കറിൽ ഇതുവരെയും പുഴുങ്ങിയിട്ടില്ല. ഇത് നമ്മൾ അപ്പച്ചമ്പിന്റെ തട്ടിൽ വെച്ച് ആവി കയറ്റുക പതിവ്. ഒരു പ്രാവശ്യമൊക്കെ മൈക്രോവേവിൽ പറൂര ലാലിച്ചാച്ചൻ പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു. അത് ചുട്ട ഒരു ടേസ്റ്റ് വരും. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് പുഴുങ്ങി നോക്കാന്ന് എഴുതി. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പുഴുങ്ങിയ രംഗാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വാർത്ത് ഞാനിങ്ങനെ കൊണ്ടുവരാം. വെള്ളം വാലാനായിട്ട് എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. കിട്ടപാത്രത്തിലേക്ക് ഞാനങ്ങനെ കൊണ്ടുവരാം. കളഞ്ഞേച്ച് കൊണ്ടുവരാം. മാറ്റിഞ്ഞ് കൊണ്ടുവരാം. ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇങ്ങനെയല്ല ആവി കളയേണ്ടത്. നാച്ചുറലായിട്ട് തന്നെ സമയമെടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് പിന്നെ വേവധിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത് കേട്ടോ. മാറിക്കോ. തെറിക്കൊന്നുമില്ല, തെറിക്കില്ല. ഞാൻ ആവി കിടന്നേച്ച തുറക്കൂള, അല്ലെങ്കിൽ മേത്തേക്ക് തെറിക്കും. വെന്തിട്ടുണ്ട്. അതെ, അതിലേക്കും കോര ഇതിലേക്ക് എടുത്ത് വെക്കാം. വെള്ളം മലാനായിട്ട് ഇതിലേക്ക് വെക്കാം. ഇത് മതി, ഇത് മതി. ഞെട്ടുണ്ടെങ്കിൽ ഇതാ ഗുണം. അതെ, പിടിച്ചേ. നമ്മളിതിൽ ഉൾക്കൊള്ളാഞ്ഞിട്ടാ കുറച്ച് ഞെട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് തണുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാട്ടോ. റെഡിയായി. ഇത് മതി. 3 വിസിൽ കേട്ടോ. നമ്മള് ചെയ്ത മെത്തേഡ്. അതെ, ഇനിയാണ് മെയിൻ സാധനങ്ങൾ. ഒറിജിനൽ നാരങ്ങയാണ് പിഴിയേണ്ടത്. പക്ഷെ നാരങ്ങ കസ്റ്റഡിയിലില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്ന ഈ സിറപ്പ് സ്വല്പം എന്തായാലും ചേർക്കുക കേട്ടോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇച്ചിരി ഒരു പുളിപ്പിന് വേണ്ടി. വീണിട്ടില്ല അല്ലേ? ചെറുതായിട്ടൊക്കെ വീഴുന്നുണ്ട്. തിരിച്ച് വീഴുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഒത്തിരി പുളിപ്പിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഇച്ചിരി മുളക് പൊടി, ഞങ്ങൾ എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിരിയമുളക് പൊടി അത് ഇട്ട് വെച്ച് ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് നോക്കാം. വീണോട്ടെ. വീണില്ല, അതല്ലേ കുഴപ്പം. മറിച്ചിടാം അല്ലേ? പിടിച്ചോളൂ. പക്ഷെ അധികം എരിവ് വേണ്ട. ഈ പിരിയന് എരിവുണ്ട് ഇച്ചിരി. അധികം വേണ്ട കേട്ടോ. ഓന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് എരിവ്, അധികപ്പറ്റല്ല. നല്ല പിരിയമുളക് പൊടി ആയതുകൊണ്ടത് അത് മതി. എങ്ങനെ പുതിയതായിട്ടൊന്നും ഇടണ്ട. ഞാൻ വേറൊരു പ്ലേറ്റിൽ എന്നിട്ട് വെച്ച് തരാം. കാരണം ഇതിൽ മുഴുവനെയും മുളകും ഇതുമൊക്കെ ആയിട്ട് പച്ചി
ഇച്ചിരി ഒന്ന് കടിച്ചു നോക്കി എന്നിട്ട്. ലാസ്റ്റ് ഞാനില്ലേ ബ്രഷും എല്ലാം കളഞ്ഞ എന്റെ കൈയായ ബ്രഷ് കൊണ്ട് ഞാൻ അതാണ് ഏറ്റവും നല്ല. പക്ഷെ ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്. ചൂടില്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഇല്ലെന്നല്ലേ പറയണേ. അതെ, ഞാൻ വേറൊരു പ്ലേറ്റിൽ വെച്ച് തരാം. ഇതുപോലെ അതെ. ഞാനൊന്ന് കടിച്ചു നോക്കാം എങ്ങനെയാന്ന്. എനിക്ക് എരിവിടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ, അതും പറഞ്ഞേക്കാലോ. എങ്ങനെ കടിക്കും? സൈഡിൽ നിന്ന് കടിച്ചോ? സൈഡിൽ നിന്നൊന്നും കടിക്കാൻ പറ്റില്ല. പിന്നെ ശരിക്ക് കടിച്ചോ? നല്ല ശരിക്ക് വെന്തു. അപ്പക്കും ഇഷ്ടപ്പെടുക. ശരിക്കും അങ്ങ് കടിച്ചോ? ശരിക്ക് കടിച്ചാൽ പല്ലി ചിലപ്പോൾ ഇതിലിരിക്കും. ശരിക്ക് കടിക്കണ്ട, കിട്ടുമല്ലാണ്ട്. എന്നാന്നോ ശരിക്ക് വെന്തു. അതുകൊണ്ടാ. മുളകും എരിവും പുളിയൊക്കെ ഉണ്ടോ? ഉപ്പും പുളിയും പാകം, എരിവ് കുറവാ. അപ്പക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് പകുതി കൊടുക്കണം. അത് എങ്ങനെയാ വേണ്ട? ഞാൻ ആദ്യം കഴിച്ചിട്ട് ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കാം, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. 3 വിസിൽ ധാരാളം മതിയായിരുന്നു. 3 വിസിലിൽ വെന്തു. ഇത് മുളക് പൊടി കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത്. അതേ സാരമില്ല, ഞാൻ മേശയിൽ വെക്കാം. അല്ലെങ്കിൽ നീ പിടിച്ച് എങ്ങനെയാ കഴിക്കണേ? ഞാൻ കഴിച്ചോളാം. ഇനി നമുക്കിത് എടുക്കാം. പിടിക്കാൻ ഇച്ചിരി ഉള്ളൂ, ഇങ്ങനെ തന്നെ പിടിക്കാം. അമ്മ കടിച്ചത് ഇങ്ങനെ ഇങ്ങനെയാ കടിക്കണ്ട. നല്ല സോഫ്റ്റ് ആയില്ലേ? വെന്ത അടിപൊളി. പാകം വേവാ. അതിലും വെന്ത് പോയിട്ടില്ല, എന്നാ വേവിട്ടതാണ്. ഇത് കണ്ടിട്ടോ, കോൺ കഴിക്കാൻ കൊതിയുള്ളവർ വേഗം പോയി മേടിച്ച ചുട്ടോ പുഴുങ്ങിയോ ഒക്കെ കഴിക്കട്ടോ. ഇതേ അപ്പം എടുത്തോ. നല്ല രസം. എനിക്ക് പകുതിയുള്ളോ? അത് മതി. കഴിച്ചോളൂ. അപ്പക്ക് ഇഷ്ടാണോ കോൺ? നല്ല ഫ്രഷാ അല്ലേ? ദേ എനിക്ക് ഹാഫായി കിട്ടിയിരിക്കുകയാണ് വീണ്ടും. അമ്മ ഇച്ചിരി കൂടി കഴിച്ചോ. വേറൊരു കോൺ മൊത്തം ഉപ്പിന്റെ പാത്രം ഇച്ചിരി കൂടി എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാ. കോണിന്റെ നല്ല രുചിയാന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിഴമുളക് കൂടി ഇട്ടാൽ മതി, എരിവ് ഉണ്ടാവൂല. മഴ എരിവ് ഉണ്ടാവും. കോൺ തീരാറായി. ഫൈനൽ ഫോമില. അതെ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടല്ലോ, രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഒരു മഞ്ഞിൻ്റെ ഒരു തണുപ്പൊക്കെ വന്നു തുടങ്ങും. അപ്പം ഞാനും അപ്പയും എന്തെങ്കിലും ഒരു റീസൺ അങ്ങനെ കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ് സൂപ്പ് കഴിക്കാനായിട്ട്. അമ്മയ്ക്ക് സൂപ്പൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എന്നും ഒരേ ടൈപ്പ് സൂപ്പ് കഴിക്കുന്നതിന് പകരം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പുകൾ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂപ്പിൻ്റെ പേരെന്താണെന്നറിയോ? എന്തെങ്കിലും ഗസ് ചെയ്യാവോ? ഇതെന്ത് സൂപ്പാണ്? നല്ല കളർഫുള്ളാണ്, പക്ഷെ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ ഇതെന്ത് സൂപ്പാണെന്ന്. തോറ്റോ? ഏയ് അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞതാണ്. ഞാൻ തന്നെ പറയാം, ഇതാണ് നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മത്തങ്ങ സൂപ്പ്, അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പംകിൻ സൂപ്പ്. റീസെൻ്റ്ലി ഞാൻ കേട്ടു പംകിൻ സൂപ്പ് ഭയങ്കര നല്ലതാണ്, ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടറിവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മത്തങ്ങ ഒന്ന് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. പക്ഷേ ശരിക്കും ട്രൂലി സ്പീക്കിംഗ് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മത്തങ്ങയുടെ ടേസ്റ്റ് ഒന്നും ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ അപ്പയും പറഞ്ഞു എനിക്കും ഒരു ബൗളിങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. നല്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ.
വേറൊരു വീഡിയോയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. എന്തെന്നായാലും സംഗതി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു കൊച്ചു ഡിന്നർ ഞാൻ കഴിക്കണുണ്ട്. ഡിന്നർ ടൈം. അമ്മ എന്താണ് ഇന്ന് കപ്പ കഴിക്കണേ? എനിക്ക് ഒരു കപ്പയോടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഇനി നാളത്തേക്ക് വെച്ചിരുന്ന കറുത്തു പോകും, അതുകൊണ്ട് ഞാൻ പുഴുങ്ങിയതാ. ഇതിലേക്ക് മീൻചാറും സാമ്പാറിന്റെ ചാറും. സാമ്പാറാണോ? ഓ, വെരി വെറൈറ്റി കോമ്പിനേഷൻ. എനിക്കും കപ്പ മതി കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ട്, കപ്പയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് കപ്പ കഴിക്കാം. അപ്പൊ ഊണ് കഴിക്കുവേണം.